കേന്ദ്രത്തിലെ പ്രധാന നേർച്ചകളിലൊന്നായ പൊന്നാവ് നേർച്ച ഇന്ന് തിരുനാൾ ദിനമായതിനാൽ ചെറിയ ദേവാലയത്തിന്റെ ഉൾവശത്തായി സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് പ്രത്യേകം അറിയിക്കട്ടെ. എല്ലാ കുഞ്ഞുമക്കളെയും അടുത്ത ചൊവ്വാഴ്ചയിൽ രാവിലെ 10:30 തിരുക്കർമ്മത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ തിരുനാൾ ദിനത്തിൽ സന്നിധിയിൽ ഇരിക്കുമ്പോൾ പ്രത്യേകമായി ഈ ദേവാലയ സംഗീതത്തിന്റെ ചരിത്രങ്ങളിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുക ശ്രമിക്കുകയാണ്. വാഹനങ്ങൾ അത് ഇരുചക്ര വാഹനങ്ങളാകട്ടെ അല്ലെങ്കിൽ ആരോഗ്യ വാഹനങ്ങളാകട്ടെ നമുക്കെല്ലാവർക്കും പിഞ്ചിരിക്കാൻ പോകും. നനച്ചു തുടങ്ങിയത് പോയിക്കോളൂ.
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സംസർഗവും സഹോദരരെ അമ്മയും ഈ ഭക്ഷണ സാധനങ്ങളെ ഇതൊരുക്കുന്നതിനായി സാമ്പത്തികമായും കായികമായും ബുദ്ധിമുട്ടിയവരെ ഇത് ഭക്ഷിക്കുന്ന എല്ലാ മക്കളെയും സർവശക്തനായ ദൈവത്തിൻ്റെ പക്കൽ നാം സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മാധ്യസ്ഥം പറയുവാനും ഇനിയുള്ള ഈ ദിവസങ്ങളിലൊക്കെ അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ നിറവിലായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. യേശു തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ അവൻ പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് അപ്പം ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ഓളം പുരുഷന്മാർ ആയിരുന്നു. കർത്താവിന്റെ സുവിശേഷം. ഉള്ളവരെ നമ്മൾ ഇന്ന് ഈ നേർച്ച സദ്യ സ്വീകരിക്കുന്നതിലൂടെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അപ്പകഷ്ണം സ്വീകരിക്കുവാനായിട്ട് പോവുകയാണ്. പ്രത്യേകമായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിലൂടെ ദൈവാനുഗ്രഹം നിയോഗമായിട്ട് നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളാണ്, മറ്റു മനുഷ്യരുടെ കണ്ണീരാണ് ഇന്ന് ഇവിടെ നമ്മൾ ഇങ്ങനെ വിളമ്പിക്കുറിക്കുക. വിശുദ്ധ അന്തോണീസിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഈ ഭക്ഷണം സ്വീകരിക്കുന്നവരെല്ലാവരും അനുഗ്രഹത്തിൻ്റെ നിറവിലായിരിക്കുവാൻ കുറവ് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ആകുലപ്പെടാതെ തിരുവചനം അന്വേഷിക്കുവാൻ അരുളിയ കർത്താവായ ഈശ്വംശിയായോട് നമ്മുടെ നിരവധി ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നേർച്ചകൾ കാഴ്ചകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെയും അതിനെ ഭരിക്കുന്നവരെയും ഭരണീയരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയും ഇടവകത്തിന് നേതൃത്വം നൽകുന്ന വികാരികളെയും വിവിധ സംഘടനാ ഭാരവാഹികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, നേതൃത്വ സദ്യ ഒരുക്കുന്നതിനും സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ച ഓരോരുത്തരെയും നേതൃത്വം നൽകിയവരെയും കനിഞ്ഞ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേതൃത്വത്തിൽ സംബന്ധിക്കുന്നവർ ശാരീരികവും ആധ്യാത്മികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളോട്
പരിശുദ്ധനായ ദൈവമേ, അങ്ങേ കാരുണ്യത്താൽ ഉത്തമ വിഭവങ്ങൾ കൊണ്ട് അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നു. അങ്ങേ സ്തുതിക്കും ബഹുമാനത്തിനുമായി വിശുദ്ധ അന്തോണീസിൻ്റെ ബഹുമാനാർത്ഥം ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ആഹാര സാധനങ്ങളെ അങ്ങ് ആശീർവദിക്കണം. അങ്ങേ ദാനങ്ങൾക്കായി നന്ദി പറയുന്ന ഈ മക്കളെയും ഇവ ഞങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ സഹകരിച്ചവരെയും പാകപ്പെടുത്തിയവരെയും ഇത് അനുഭവിക്കുന്നവരെയും അനുഗ്രഹിക്കുന്നത്. ഇവ അനുഭവിക്കുന്ന വഴി വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ സഹായത്താൽ ഞങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഏറ്റെടുക്കണമേ.